കാമുകി തന്നെ വേണ്ടെന്ന് വെച്ചു, തന്നെ ചതിച്ചു. അതിന് പകരമായി അവളുടെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച 23 വയസ്സുകാരനായ കാമുകൻ. അതിൽ ആ പ്രണയപ്പകയ്ക്ക് ഇരയാതാകട്ടെ കാമുകിയുടെ സഹോദരൻ, 21 വയസ്സുകാരൻ. ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ കൊല്ലം ഉളിയക്കോവിലിൽ ആ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നു. അതിനുശേഷം പ്രതിയായ യുവാവാകട്ടെ ട്രെയിനിന് മുന്നിൽ എടുത്തു ചാടി ജീവനൊടുക്കുകയും ചെയ്തു. എന്നാൽ കാമുകിക്ക് പകരം എന്തുകൊണ്ട് ആ കുടുംബത്തെ ലക്ഷ്യം വെച്ചു എന്നുള്ള വിവരമാണ് പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിൽ ചില നിർണായക വിവരങ്ങൾ FIRൽ നിന്നും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. തേജസ് രാജെന്ന യുവാവാണ് ഈ ക്രൂരകൃത്യം നടത്തിയത്. ഫെബിൻ്റെ സഹോദരി, അതായത് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ സഹോദരിയുമായി ഇയാൾ ദീർഘകാലം പ്രണയത്തിലായിരുന്നുവെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇരു കുടുംബങ്ങളും തമ്മിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാകാം. വിവാഹത്തിന് എന്തായിരുന്നാലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യുവതി പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം യുവതിക്ക് മറ്റൊരു വിവാഹ നിശ്ചയം തീരുമാനിച്ചു. അതിനെ തുടർന്നാണ് യുവതിയോടും യുവതിയുടെ വീട്ടുകാരോടും കടുത്ത പക, വിരോധം, ഇതൊക്കെ തന്നെ തേജസ് രാജ് എന്ന യുവാവിൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്. പ്രതി തേജസ് രാജ് വീട്ടിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഇപ്പോഴും ഫെബിൻ്റെ അമ്മ ഡെയ്സി നടുക്കത്തോടെ തന്നെ വിവരിക്കുന്നുണ്ട്. ആ ഭയം ഇപ്പോഴും ആ മുഖത്ത് കാണാനായി സാധിക്കുന്നുണ്ട്. മകൻ്റെ രക്തത്തിൽ കുളിച്ച ശരീരം കണ്ട ആ അമ്മയുടെ കണ്ണുകൾ ഇപ്പോഴും ഈറനണിയുകയാണ്. വീട്ടിലേക്ക് എത്തിയത് തിരിച്ചറിയാതിരിക്കാനായി പർദ്ദ ധരിച്ചുകൊണ്ടായിരുന്നു. ആദ്യം ഒരു തവണ വീട്ടിലേക്ക് എത്തിയിരുന്നു. എത്തിയ സാഹചര്യത്തിൽ നിരവധി ആളുകൾ ആ മേഖലയിൽ ഉള്ളതുകൊണ്ട് തിരിച്ചു പോവുകയായിരുന്നു. കൊലപാതക ശ്രമം ഉപേക്ഷിച്ച മട്ടായിരുന്നു. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി വീണ്ടും ഫെബിൻ്റെ വീട്ടിലേക്ക് തേജസ് രാജ് എത്തുകയായിരുന്നു. കതവ് തുറന്നു കൊടുത്തത് അമ്മയായിരുന്നു. എന്നാൽ മുഖം കണ്ടപ്പോൾ തന്നെ ഇത് തേജസ് ആണെന്ന് മനസ്സിലായി. വളരെ വേഗത്തിൽ മുറിക്കകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു ചെയ്തത്. കോളിംഗ് ബെൽ അടിച്ചത് കേട്ടായിരുന്നു അമ്മ വാതിൽ തുറന്നത്. പർദ്ദ ധരിച്ചെത്തി. എന്നിരുന്നാൽ പോലും വ്യക്തമായി തന്നെ ആ മുഖം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു കുപ്പി പെട്രോൾ ഉണ്ടായിരുന്നു. ആ പെട്രോൾ എടുത്ത് വീട്ടിലേക്ക് ഒഴിച്ചു. തുടർന്ന് ആക്രമണം ഭയന്ന് താൻ പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരെ വിളിച്ചു കൂട്ടാനായി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥ അവർ വേദനയോടെ പറയുന്നു. നിരവധി ആളുകളെ വിളിച്ചെങ്കിൽ പോലും ആരും തന്നെ ആ സമയത്ത് സഹായിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ നോക്കി ഒരു ഭ്രാന്തിയെപ്പോലെ ഞാൻ അലമുറയിട്ട് കരയുന്നത് കേട്ടിട്ടും അതിനോടൊന്ന് സഹകരിക്കാനോ ആ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാനോ ഒന്നും തന്നെ അവരാരും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഫെബിൻ്റെ ദേഹത്ത് നിന്നും വെള്ളം പോലെയായിരുന്നു രക്തം ഒലിച്ചുകൊണ്ടിരുന്നത്. അവൻ ഇറ്റിറ്റ് രക്തമിറ്റ് വീണ് മരിച്ച് മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിസ്സഹായായി ഞാൻ അവിടെ നോക്കി നിന്ന് കാണേണ്ടി വന്നുവെന്നാണ് ഡെയ്സി മാധ്യമങ്ങളോട് പറയുന്നത്. വേദന കൊണ്ട് പുളഞ്ഞവൻ ഓടി വന്ന് തൻ്റെ അടുത്ത് വന്നാണ് വീണത്. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള കൂസലുമില്ലാതെ തേജസ് അവിടെ നിന്നും നടന്നു പോകുന്നുവെന്നാണ് ഡെയ്സി പറഞ്ഞത്. മകനെ കൊലപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, തടയാനെത്തിയ പിതാവിനും സാരമായി തന്നെ കുത്തേറ്റു. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ഡെയ്സിയുടെ ഭർത്താവും ഫെബിൻ്റെ പിതാവും കഴിയുന്നത്. ഫെബിൻ്റെ സഹോദരിയും തേജസും കൊല്ലം ക്രിസ്തുരാജ സ്കൂളിൽ +2 ഒന്നിച്ച് പഠിച്ചിരുന്നു. കോവിഡ് സമയത്ത് പെൺകുട്ടി തേജസിനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്ത് വാട്സപ്പ് വഴി ചാറ്റിങ്ങും ഫോൺ വിളികളുമായി തേജസുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ആദ്യം ഈ വിവരം അറിഞ്ഞത്. ഇവർ തമ്മിലുള്ള പ്രണയം മനസ്സിലാക്കിയത്. മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കുമോ എന്ന് ഫെബിൻ്റെ മാതാവ് തന്നെ പെൺകുട്ടിയോട് ചോദിച്ചിരുന്നു. എന്നാൽ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് തേജസും ബന്ധം വീട്ടിൽ പറഞ്ഞ് ഇരുവരും തമ്മിലുള്ള വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടായിരുന്നു. ഇരുവർക്കും നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം വിവാഹം നടത്തിക്കൊടുക്കാമെന്നുള്ള ഉറപ്പും നൽകി. എന്നാൽ ജോലി കിട്ടിയത് ആദ്യം പെൺകുട്ടിക്കായിരുന്നു. ഫെഡറൽ ബാങ്കിൽ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടി. കോഴിക്കോട് ബ്രാഞ്ചിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്നാൽ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പെൺകുട്ടി ബന്ധത്തിൽ നിന്നും പിന്മാറി. തേജസിനാകട്ടെ ജോലിയൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. തേജസ് പലതവണ ഈ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പെൺകുട്ടി ഫോൺ എടുക്കാൻ തയ്യാറായില്ല. പരമാവധി ഒഴിവാക്കുകയായിരുന്നു. ഇതൊക്കെ തന്നെ വൈരാഗ്യത്തിന് കാരണമായി. പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയതെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നുണ്ട്. എന്നാൽ പ്രതിക്ക് കൃത്യമായി അറിയാം ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കുകയുണ്ടായി. അപ്പോൾ വീട്ടുകാർക്കെതിരെയും തേജസിന് ദേഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ സഹോദരൻ ഈ യുവാവിനെ വിലക്കിയിട്ടുണ്ടാകാം. അതിൽ പകമൂത്തായിരിക്കണം യുവാവിനെ കൊലപ്പെടുത്താനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുമുള്ളത്. കുത്തേറ്റ യുവതിയുടെ അച്ഛൻ ജോർജ് ഗോമസ് ഇപ്പോഴും ചികിത്സയിലാണ്.
യുവതിയെ അടക്കം കൊലപ്പെടുത്താൻ, കുടുംബത്തെ അടക്കം വകവരുത്താനായി തേജസ് ലക്ഷ്യമിട്ടു എന്നാണ് പോലീസിന്റെ സംശയം, അനുമാനം. കാരണം അതുകൊണ്ടാണ് പെട്രോൾ കുപ്പിയുമായി ആ കുടുംബത്തിലേക്ക് കടന്നു വന്നത്. കുത്തേറ്റ ഫെബിന്റെ പിതാവ് ഗോമസ് ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. ഗോമസിന്റെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഫെബിന്റെയും തേജസ് രാജിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കും. സഹോദരനെയും മാതാപിതാക്കളെയും കൊല്ലണമെന്ന വ്യക്തമായ ഉദ്ദേശം ഈ പ്രതിക്കുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് കയ്യിൽ കരുതിയ പെട്രോളും കത്തിയും ഉപയോഗിച്ചുകൊണ്ട് ഫെബിനെയും പിതാവിനെയും കുത്തിയതെന്നാണ് എഫ്ഐആറിൽ പരാമർശിക്കുന്നത്. +2 പഠിക്കുന്ന സമയം മുതലുള്ള പ്രണയബന്ധം. ബാങ്ക് കോച്ചിങ്ങിന് പഠിക്കുമ്പോഴും ഇരുവരും ഒന്നിച്ചായിരുന്നു. അന്നും പ്രണയമുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ജോലി കിട്ടിയത് യുവതിക്ക്. അതല്ലെങ്കിൽ യുവതിക്ക് മാത്രമാണ് ബാങ്ക് ജോലി നേടാനായി സാധിച്ചത്. പിന്നീട് PSC പഠനവുമായി തേജസ് മുന്നോട്ട് പോയി. സിവിൽ പോലീസ് പരീക്ഷ പാസ്സായി. മാർക്ക് ലിസ്റ്റിൽ ഇടം നേടിയെങ്കിൽ പോലും ഫിസിക്കൽ ടെസ്റ്റിൽ, കായികക്ഷമതാ പരീക്ഷയിൽ തേജസ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അതിൻ്റെ നിരാശയും. പിന്നീട് പ്രണയം വേണ്ടെന്ന് വെച്ചു. ഇരുവർക്കും ഇടയിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു. പലതരത്തിലുള്ള ഈഗോ വർക്കൗട്ടായി. അതിനുശേഷം പെൺകുട്ടി ഈ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറി. വിവാഹ നിശ്ചയമടക്കമുള്ള ചടങ്ങുകളിലേക്ക് കുടുംബം നീങ്ങിയതിനു ശേഷം വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ യുവാവിന് പെൺകുട്ടിയില്ലാതെ പറ്റില്ല എന്നുള്ള സഹികെട്ട ഒരവസ്ഥയിലേക്ക് എത്തി. അതിന് പിന്നാലെ പ്രണയം പകയായി കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ യുവതിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചതൊക്കെ വല്ലാതെ തന്നെ തേജസിനെ ചൊടിപ്പിച്ചു. അതിൻ്റെ പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൃത്യം നടത്തിയെന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് പോലും യുവതി തന്നെ അവോയ്ഡ് ചെയ്തത്, ഒഴിവാക്കിയത് വലിയ തോതിൽ തന്നെയാണ് മാനസിക വിഷമമുണ്ടാക്കിയത്. മാർച്ച് 9 എറണാകുളം സ്വദേശിയുമായി പെൺകുട്ടി വിവാഹം ഉറപ്പിച്ചു. മറ്റാളുമായി വിവാഹം ഉറപ്പിച്ചത് കൊലപാതകത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ എടുത്തു പറയുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ തേജസ് ഇത്രയും ദിവസം മനസ്സിൽ പക കൊണ്ട് നടക്കുകയായിരുന്നുവെന്നാണ് പോലീസും പറയുന്നത്. തേജസിന് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അയൽവാസികളുമായി ഒക്കെ തന്നെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു, നല്ലൊരു കുട്ടി കൂടിയായിരുന്നു തേജസ് എന്നാണ് പറയുന്നത്. തേജസും ഫെബിൻ്റെ സഹോദരിയും തമ്മിൽ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങൾ അതെന്തൊക്കെയെന്നുള്ളത് വ്യക്തമായി ഫെബിന് അറിയാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഡെയ്സിയോടും പിതാവിനോടും കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുമ്പോൾ ഇതിൻ്റെ വ്യക്തമായൊരു ചിത്രം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്.